ബ്രിട്ടൻ യുഎഇയെ ചതിച്ചാണ് അബു മൂസ ദ്വീപ് ഇറാന് നൽകിയത് എന്ന ആരോപണം ഇപ്പോൾ പ്രസക്തമാവുകയാണ്. ഇപ്പോൾ നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ചരിത്രത്തിൽ കേൾക്കാത്ത പല യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും ലോകം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തോട് മറ്റ് രാജ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ പ്രത്യേകതയുണ്ട്. ഈ മോഷണ ശ്രമമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ മോഷണം നടന്നു കഴിഞ്ഞാൽ ഈ കള്ളന്മാർ തമ്മിൽ തെറ്റുന്നൊരു പ്രവൃത്തിയുണ്ട്. അങ്ങനെ പ്രവൃത്തിയാൽ അത്തരം സംഭവം നടന്നാൽ പോലീസുകാർക്ക് മോഷണം പിടിക്കാൻ വളരെ എളുപ്പമാണ്. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞവർക്കും കൃത്യമായ രീതിയിൽ. സമാനമായ സ്ഥിതിയാണ് ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടന് സർവാധിപത്യം ഉണ്ടായിരുന്ന 1970 കാലഘട്ടത്തിൽ 71 ആ കാലഘട്ടത്തിലെല്ലാം അമേരിക്ക ഏറെക്കുറെ പിറകോട്ടായിരുന്നു. ഇവർക്കായിരുന്നു സർവാധിപത്യം ഉണ്ടായിരുന്നത്. ആ ആധിപത്യ കാലഘട്ടത്തിൽ ബ്രിട്ടൻ ഒരു ചതി ചെയ്തിട്ട് 3 ദ്വീപുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ വിവാദങ്ങൾ നടക്കുന്നു. ഒന്ന് അബു മൂസ ദ്വീപാണ്, രണ്ടാമത്തേത് ഗ്രേറ്റർ തമ്പ് ദ്വീപാണ്, മൂന്നാമത്തേത് ലെസ്സർ തമ്പ് ദ്വീപാണ്. ഇത് ഇറാനും അവകാശമുണ്ട് എന്നവർ പറയുന്നു, അല്ലെ ഇറാൻ്റെ നിയന്ത്രണത്തിലാണ് എന്നവർ പറയുന്നു. അത് യഥാർത്ഥത്തിൽ യുഎയുടേതാണെന്ന് ഇവരും പറയുന്നു. ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവകാശം പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അത് ഒന്നുകൂടി മുയിപ്പ് കൂടിയിട്ട് ഇപ്പോൾ പ്രവർത്തനക്ഷമമായിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാം. ചരിത്രം വൈമാറി ഒഴുകുകയാണ്. ഇന്നലകളിൽ കഴിഞ്ഞു പോയിരിക്കുന്ന സാമ്രാജ്യത്വ അധികാരം ഓരോ അതിരുകളിലും ഉണ്ടാക്കിയിരിക്കുന്ന കളങ്കം ഇപ്പോൾ കുറേശ്ശെ പുറത്തു വരുന്നു എന്ന് ചുരുക്കം. സോവിയറ്റ് യൂണിയനിൽ ക്ലാസ്നസ്ത് പെരിസ്ട്രോയിക്ക എന്ന് പറയുന്ന ഒരു സംവിധാനം ഗോർബച്ചോവിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. 1986 ആ കാലഘട്ടത്തിലാണ്, 86 ആ കാലഘട്ടത്തിലൊക്കെ. സോവിയറ്റ് യൂണിയൻ നമുക്കറിയാം സ്റ്റാലിൻ ഭരണം നടത്തിയ രാജ്യമാണ്. സർവാധിപത്യ ഏകാധിപത്യമായിരുന്നു സ്റ്റാലിൻ്റെ ഭരണം. വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്, പ്രത്യശാസ്ത്രമല്ല, കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ സർവാധിപത്യമുള്ള ഏകാധിപത്യ ഭരണം. ഒരാൾക്ക് സംസാരിക്കാൻ പോലും സാധിക്കാതിരുന്ന കാലഘട്ടമായിരുന്നു അത്. 30 ലക്ഷം വരെ, 3 ലക്ഷം മുതൽ 30 ലക്ഷം വരെ മതസ്ഥാപനങ്ങളൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. കുഴിമാടങ്ങൾ കിലോമീറ്ററോളം ദൂരപരിധിയിൽ ഉണ്ടായിരുന്നു എന്ന് പോലും പറയപ്പെടുന്നു. ഗ്ലാസ്നോസ് പെരിസ്ട്രോയിക്ക് വന്നതോടുകൂടി തുറന്ന സമീപനം, ഈ കഴിഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരു സ്വതന്ത്രമായിരിക്കുന്ന സമീപന രീതിയാണ് ഗ്ലാസ്നോസും പെരിസ്ട്രോയിക്കും. നിങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക, കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറയുക. പറഞ്ഞു തുടങ്ങിയ സമയത്താണ് ഈ കഥകളൊക്കെ പുറത്തു വരുന്നത്. സ്റ്റാലിൻ ചെയ്ത കൂട്ടക്കുരുതികൾ അതൊരു സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. അന്നാണ് ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള പ്രതിമകളിൽ ഒന്നായ ലെനിൻ്റെ പ്രതിമ സോവിയറ്റ് യൂണിയനിൽ തകർക്കപ്പെട്ടത്. ഏറെക്കുറെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗത്തിലേക്ക് വന്നു. കമ്മ്യൂണിസ്റ്റത്തിൻ്റെ സർവാധിപത്യം തകർന്നു. പിന്നീട് സ്വാതന്ത്ര്യത്തിലേക്ക് വന്നതോട് കൂടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടായി. അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഈ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അബു മൂസ ദ്വീപ്, ഗ്രേറ്റർ തമ്പ്, ലെസ്തർ തമ്പ് ദ്വീപുകൾ മൂന്നിലും യുഎഇക്ക് അവകാശം പറയുന്നു. എന്നാലോ ഇത് 3 ദ്വീപും നിയന്ത്രിക്കുന്നത് വർഷങ്ങളായിട്ട് ഇറാനാണ്. 971 ഈ സംഭവം തുടങ്ങുന്നത്. 971 ഷാ മുഹമ്മദ് റേസ പഹ്ലവിയുടെ കാലഘട്ടമായിരുന്നു. അഥവാ ഇന്നത്തെ ഇസ്ലാമിക് വിപ്ലവം അല്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഇറാനിൽ വരാത്ത കാലഘട്ടമായിരുന്നു അത്. 979 ഇസ്ലാമിക വിപ്ലവം നടക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് 971. ബ്രിട്ടനായിരുന്നു മേഖലയുടെ സംരക്ഷണവും അധികാര പരിധിയും ഉണ്ടായിരുന്നത്. 971 ബ്രിട്ടൻ എന്ത് ചെയ്തു? ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങി. 71 നവംബർ മാസം 30 ഇറാൻ സൈന്യം അബു മൂസ ദ്വീപിലേക്ക് ഇരച്ചു കയറി എന്ന് പറയുന്നു. എന്നാൽ ഒരു കരാർ വ്യവസ്ഥ പ്രകാരം അവർ വന്നതാണ് എന്ന് പറയുന്നു. രണ്ടിനെക്കുറിച്ച് അഭിപ്രായ ഭിന്നതകളുണ്ട്. അഥവാ ബ്രിട്ടൻ മധ്യസ്ഥനായി ചതി ചെയ്തോ എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബ്രിട്ടൻ, ഇറാന്, ഷാർജ ഭരണാധികാരികളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഷാർജയോട് ചേർന്നിട്ടാണ് ഈ 2 ദ്വീപ് വരുന്നത്, ലെസ്തർ തമ്പും ഗ്രേറ്റർ തമ്പും. ഭരണാധികാരികൾ തമ്മിലൊരു ധാരണ ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ്റെ സൈന്യം അങ്ങോട്ട് വന്നു എന്നുള്ളതും അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രേഖ പറയുന്ന കണക്ക് പ്രകാരം ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഷാർജ ഉദ്യോഗസ്ഥർ സ്വാഗതം ചെയ്തുകൊണ്ട് സ്വീകരിച്ചു എന്നുള്ളതും ദ്വീപിൻ്റെ ഒരു നിശ്ചിത ഭാഗത്ത് അവർ നിലയുറപ്പിച്ചു, മറ്റ് ഭാഗം
ഷാർജ ഭരണാധികാരികൾ നിറപ്പിച്ചു. അങ്ങനെയാണ് ആ വിഷയം ഉണ്ടാകുന്നത്, ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നത്. ഇത് അബൂ മൂസ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നീട് ഗ്രേറ്റർ തമ്പ് ദ്വീപ്, ലെസർ തമ്പ് ദ്വീപ് എന്ന് പറയുന്ന 2 ദ്വീപുകൾ റാസൽ കൈമ ഭരണാധികാരികളിൽ നിന്ന് ഇറാൻ സൈന്യം പിടിച്ചെടുത്തു എന്ന് പറയുന്നു. മേലെ നമ്മൾ പറഞ്ഞത് അബു മൂസ ദ്വീപാണ്, അത് ഷാർജയായിട്ട് ബന്ധപ്പെട്ടതാണ്. താഴെ നമ്മൾ പറയുന്നത് ഗ്രേറ്റർ തമ്പോ ലെസ്റ്റർ തമ്പോ ആണ്, അത് റാസൽ കൈമ ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലാണ്. ദ്വീപുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ട്, കൺഫ്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സോവിയറ്റ് യൂണിയനെതിരെ ഇറാനെ നിലനിർത്താൻ വേണ്ടി അമേരിക്ക എല്ലാ സഹായവും പിന്തുണയും ആർക്ക് നൽകി? ഇറാൻ്റെ ഭരണാധികാരിയായിരിക്കുന്ന ഷാ പഹ്ലവി രാജ കുടുംബത്തിന് നൽകി. അഥവാ മൗനം പാലിച്ചു, ബ്രിട്ടനോടൊപ്പം ചേർന്ന് നിന്നു. കാര്യം മുഖ്യ ശത്രുവായിരിക്കുന്ന സോവിയറ്റ് യൂണിയൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ട്. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്യണം? ഇറാൻ എന്ത് ചെയ്യണം? അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുകയും സോവിയറ്റ് യൂണിയന് വിരുദ്ധമായിരിക്കുന്ന സമീപനം ഉണ്ടാവുകയും വേണം. സോവിയറ്റ് യൂണിയനുമായിട്ട് ഏറെക്കുറെ അന്ന് ബന്ധപ്പെട്ടിരിക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ. പിന്നീട് അത് പതുക്കെ പതുക്കെ മാറിപ്പോകുന്നു. ബ്രിട്ടനോടും അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് നിലപാട് തന്നെ മാറ്റം വരുന്നു. അബൂ മൂസ ദ്വീപ് ഇപ്പോൾ അവിടെ ജനവാസ കേന്ദ്രമാണ്. അവിടെ 2012 സെൻസസ് പ്രകാരം 2131 വ്യക്തികൾ അല്ലെങ്കിൽ ഇറാനികൾ അവിടെ താമസിക്കുന്നു. ഗ്രേറ്റർ തമ്പിൽ 2016 കണക്ക് പ്രകാരം 690 പേരുണ്ട്. ലെസ്റ്റർ തമ്പിൽ കുറഞ്ഞ ആളുകൾ, ജനവാസം വളരെ കുറവാണ്. പക്ഷേ ഇറാൻ്റെ സൈന്യവും മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഫോഴ്സുകൾ സജീവമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. അബൂ മൂസ, ഷാർജ, ഈ 2, അതായത് അബൂ മൂസ ദ്വീപ് എന്ന് പറയുന്നതും ഷാർജ, മറ്റ് 2 റാസൽ കൈമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അന്ന് മുതലേ വിവാദങ്ങൾ നിലനിൽക്കുന്നു. 1970-71 കാലഘട്ടത്തിലെല്ലാം അറേബ്യൻ രാജ്യത്തുള്ള മത്സ്യത്തൊഴിലാളികളും കടൽ യാത്രക്കാരും വിശ്രമിക്കുന്ന ഇടമായിരുന്നു ഈ 3 ദ്വീപും. ജനവാസം എന്ന് പറയുന്ന സംവിധാനമില്ല. പിന്നീട് അറബികൾ അവിടെ വന്ന് നിന്നിട്ട് അവിടെ പിന്നെ ഈ ജനവാസമായി ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയാണ്. പിന്നീട് വിഷയം ഉണ്ടായ സമയത്ത് അവർ അപ്രത്യക്ഷരായി. അതോടുകൂടി ഇറാൻ വന്നു. ഇറാനെ പിന്തുണക്കുന്ന വിഭാഗങ്ങളായിരിക്കുന്ന ഇറാനികളാണ് ഇപ്പോൾ ഏറെക്കുറെ ഈ 3 മേഖലയിൽ ഉള്ളത് എന്ന് ചുരുക്കം. 1971 ആ കാലഘട്ടം വന്നതോടുകൂടി ഏറെക്കുറെ, അതായത് പഹ്ലവി ഭരണത്തിൻ്റെ ഏറ്റവും 1971 ലാസ്റ്റ് കാലഘട്ടം, നവംബർ ഡിസംബർ എന്നൊക്കെ പറയുന്ന പോലെ ആ കാലഘട്ടത്തോടു കൂടി സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു അധികാര പരിധി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇറാൻ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. ഇതിന് വലിയ പ്രത്യേകതയുണ്ട്. കാര്യം ലോക സമ്പത്തിൻ്റെ നല്ലൊരു ശതമാനം, ഏകദേശം 30% എന്നൊക്കെ പറയുന്നത്, ചില റിപ്പോർട്ടിൽ 15% എന്ന് പറയുന്നത്, അത്രയും സമ്പാദ്യവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയായിട്ടാണ് ഈ ഓർമുസ് മേഖല കാണുന്നത്. ഓർമുസ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകമായ രീതിയിൽ പെട്രോളിയ സംഭവം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ സൗദി അറേബ്യ അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങളിലെ പെട്രോളിയ ഉൽപ്പന്നങ്ങൾ അപ്പാടെ പോകുന്ന റൂട്ട് മാപ്പാണ്, അല്ലെങ്കിൽ കടൽ ഭാഗമാണ് ഓർമുസ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനോട് ചേർന്നിട്ടാണ് ഈ അബൂ മൂസ ദ്വീപ്, ഗ്രേറ്റർ തമ്പ് ദ്വീപ്, ലെസർ തമ്പ് ദ്വീപ് പ്രവർത്തിക്കുന്നത്. പേർഷ്യൻ ഗൾഫ്, ഹോർമുസ് കടലിടുക്ക്, ഗൾഫ് ഓഫ് ഒമാൻ, എല്ലാ പ്രധാനമായിരിക്കുന്ന എണ്ണപ്പാടയുടെ മേഖലയിലാണ് ഈ 3 ദ്വീപ്. ഇതാണ് ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം. ഹോർമുസ് ദ്വീപ്, ചെങ്കടൽ, ഈ ഗൾഫ് ഓഫ് ഒമാൻ, പേർഷ്യൻ ഗൾഫ്, ഇത് അന്നേ വിഷയമായിട്ടുണ്ട്. അത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമാണ്. ഇപ്പോഴത്തെ ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊരു നിയന്ത്രണത്തിൽ, UAEയുടെ നിയന്ത്രണത്തിലാണെങ്കിൽ ഹോർമുസ് ദ്വീപിൽ UAEക്ക് പൂർണ്ണമായിരിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു ശതമാനം അധികാരമുണ്ടാവും. മാത്രമല്ല ഈ മേഖല നിയന്ത്രിക്കാൻ വേണ്ടി UAEക്ക് സാധിക്കും. UAE സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അമേരിക്കക്കും സാധിക്കും. ഇത് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും UAE പറയുന്ന സമയത്ത് അന്ന് ബ്രിട്ടൻ സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരമൊരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ചതി എന്ന് പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. അഥവാ ബ്രിട്ടൻ അന്ന് UAEയോടൊപ്പം ചേർന്ന് നിന്നിരുന്നെങ്കിൽ അമേരിക്ക ബ്രിട്ടനോടൊപ്പം ചേർന്ന് തങ്ങൾ അനുകൂലമായിരിക്കും നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ 71 കാലഘട്ടത്തിൻ്റെ കഥ ആണ് പറയുന്നത്. പൂർണ്ണമായ രീതിയിൽ ഈ 3 ദ്വീപും UAEക്ക് ഉണ്ടാകുമായിരുന്നു. അന്ന് തന്നെ ചതി ചെയ്തിട്ടുണ്ട്. 71 ഈ സംഭവം നടക്കുന്നത്. 79 ഇസ്ലാമിക വിപ്ലവം നടന്നു. ഇപ്പോഴത്തെ ഭരണാധികാരി, അതായത് ഇസ്ലാമിക വിപ്ലവം നടന്നതോടുകൂടി ആയത്തുള്ള അലി ഖൊമേനിയാണ് ആദ്യത്തെ ഭരണാധികാരിയായിട്ടാണ് വരുന്നത്, അവരുടെ ആത്മീയ നേതാവായിട്ട് വരുന്നത്. അവർ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഈ 3 ദ്വീപിനും കൃത്യമായ രീതിയിൽ
പ്ലാൻ വരച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭാഗമാക്കി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പിന്നെ യു എ ഇങ്ങനെ പറയുന്നുണ്ട്, പല ഘട്ടങ്ങളിലും UN സഭയിൽ ഈ പ്രമേയമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്, തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്, തങ്ങളുടെ രാജ്യമാണ്, അതുകൊണ്ട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ എന്ത് ചെയ്തല്ല, ഒരു രാജ്യത്തേക്ക് കടന്നു കയറി പിടിച്ചെടുത്തല്ല. 71-ലാണ് ഈ സംഭവം നടക്കുന്നത്. ഞങ്ങളുടെ ഭരണം വന്നത് 79-ലാണ്. ഇറാൻ വളരെ കൃത്യതയോടുകൂടി അതിൻ്റെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. യു എയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നിരാശയും പ്രയാസമുണ്ട്. ആ പ്രയാസത്തിൻ്റെ തുടർച്ചയായ രീതിയിലുള്ള കഥയാണ് നമ്മൾ പറയുന്നത്. സോവിയറ്റ് യൂണിയനിൽ ഗ്ലാസ്നോസും പെരിസ്ട്രോയിക്കയും കൊണ്ടുവന്നതിന് സമാനമായിരിക്കും സ്ഥിതി ഇപ്പോൾ ഉണ്ടാകുന്നു. ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, അല്ലെങ്കിൽ യൂറോപ്യന്മാർ, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഞങ്ങളെ പറ്റിച്ചു എന്ന് യഥാർത്ഥത്തിൽ UAE പറയാതെ പറയുന്നുണ്ട്. ഔദ്യോഗികമായിരിക്കുന്ന ഒരു പ്രസ്താവനയൊന്നുമല്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള മീഡിയകൾ ഇതിപ്പോൾ പ്രധാനമായിരിക്കുന്ന ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് ചുരുക്കം.